so happy to hear about Oklahoma Bible Chapel, and so excited that I can be here. Okay, so maybe I should start with a new question for this year. The question is, do we commit sin? നമ്മൾ പാപം ചെയ്യാറുണ്ടോ? അപ്പൊ നിങ്ങൾ വിചാരിക്കാതെ എന്തൊരു ചോദ്യമാണ്. ഒരു പുതുവർഷത്തിലെ ആദ്യത്തെ ഒരു ആത്മീയ കൂട്ടായ്മയില് സഹോദരന്മാരെല്ലാം ആത്മീയമായിട്ട് പരിപോഷിപ്പിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥനകളോട് വന്നിരിക്കുന്ന ഒരു സദസ്സിൽ വന്ന് മുഖത്ത് നോക്കി നിങ്ങൾ പാപം ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ അത് മോശമല്ലേ സഹോദര എന്നായിരിക്കും ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത്. But let me ask that question again from the bottom of my heart. Do you commit sin? And the answer is, of course, we do. We are not perfect, right? We are all saved from the penalty of sin, yes, but we are not saved from the presence of sin. We are still living in the presence of sin, and our enemy is like a roaring lion, and he's there to, put us into trouble, and he's causing us to fall in sin. That's true. We all do commit sin. Now, let me ask you a second question. The second question is there anyone who does a new sin? ആരെങ്കിലും ഇതുവരെ ചെയ്യാത്തൊരു പാപം മിനിഞ്ഞാന്ന് ഞാൻ ചെയ്തു, അല്ലെ ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു പുതിയ പാപമുണ്ട്. ഓക്കെ, ഞാൻ മിനിഞ്ഞാന്ന് ഉച്ച കഴിഞ്ഞാണ് ഈ പാപം ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു പാപത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാവോ? സംതിങ് ന്യൂ? There's nothing, right? I mean, we repeat the same sin. You know that usually the Bible scholars divide the sin into two. One is sin of commission and sin of omission. ചെയ്യേണ്ടത് ചെയ്യാത്തതും അതുപോലെ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നതുമാണ് sin of omission and commission. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സൺഡേ സ്കൂളിൽ സാർ ചോദിച്ചു, what is sin of omission? And the child said, well, those are the sins that we are supposed to commit but we could not do. Well, that's not actually sin of omission, right? There are things that we are not supposed to do, but we do them. And there are sins that, there are things that we are not supposed to do, but we end up doing them. Just like Paul would say, I want to do good, but I cannot do good. I don't want to do evil, but that's what I end up doing. Romans chapter 7. That's, I think, the plight of human being. We all do commit sin because we are all fallible people and we are sinful people. പക്ഷേ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഈ ദൈവം ചെയ്യരുത് എന്ന് പറയുന്ന പല പാപങ്ങളിൽ വിഗ്രഹാരാധന എന്ന് പറയുന്ന പാപം നമ്മൾ ചെയ്യാറുണ്ടോ? വിഗ്രഹാരാധന, ഡു വി കമ്മിറ്റ് ദി ഐഡോലട്രി, ദ സിൻ ഓഫ് ഐഡോലട്രി? അപ്പൊ നിങ്ങൾ പറയും, എന്റെ ബ്രദറെ എന്തായി പറയുന്നത്, ഞങ്ങൾ വേർപാടുകാരല്ലേ, ഞങ്ങൾക്ക് വിഗ്രഹാരാധന നിഷേധമാണ്, ഞങ്ങളുടെ പള്ളിയിലേക്ക് ഒന്ന് വന്നു വയ്ക്കേ, ഞങ്ങളുടെ സഭയില് ഒരു കുരിശില്ല, അതുപോലെ യേശുവിന്റെ പറവുള്ള ഒരു കലണ്ടർ പോലും ഇല്ല, പിന്നെ തിരുരൂപങ്ങളില്ല, കന്യാസ്ത്രീയില്ല, പുണ്യവാളന്മാരില്ല, ഒന്നുമില്ല. We are present people. We follow the scripture, from cover to cover. And we are pure in our doctrine. And we know what is idolatry, and we don't have idolatry. That's true. I understand. We don't have maybe the icons there. ഒരു പക്ഷേ വിഗ്രഹങ്ങളോ പ്രതിമകളോ അല്ലെങ്കിൽ ചിഹ്നങ്ങളോ നമുക്കില്ല. പക്ഷെ യോഹന്നാന് ലേഖനം എഴുതിയപ്പോൾ 1 യോഹന്നാൻ 5-ാം അധ്യായം 21-ാം വാക്യത്തില് യോഹന്നാൻ വിശ്വാസികളാണല്ലോ എഴുതുന്നത്. യോഹന്നാൻ പറയാണ്, കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറയാൻ എന്താ? There is a type of idolatry that Christians may fall into. We are all at the risk of idolatry. What is that idolatry? നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 3-4 വരെയുള്ള വാക്യങ്ങളിൽ 10 കൽപ്പനകൾ പറയുമ്പോൾ ദൈവം പറയാണ്, സ്വർഗത്തിന് ആകാശത്തിന് കീഴിയോ ഭൂമിക്ക് മുകളിലുള്ള യാതൊന്നിന്റെയും പ്രതിമ ഉണ്ടാക്കാൻ പാടില്ല. മൃഗങ്ങളുടെ ആകട്ടെ, പക്ഷികളുടെ ആകട്ടെ, ജീവികളുടെ ആകട്ടെ, യാതൊന്നിന്റെയും രൂപം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ ദൈവം കൽപ്പനകൾ കൊടുത്ത് മോശ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ താഴ്വരയിൽ വലിയൊരു ആരവാരവും അവന് തന്റെ സഹോദരൻ അഹരോനോട് ചോദിക്കുന്നു, വാട്ട് ഡു ഐ ഹിയർ, വാട്ട് ഈസ് ദിസ് നോയ്സ്? അപ്പൊ പറഞ്ഞു, നീ ഇങ്ങനെ മലമുകളിലോട്ട് കയറിപ്പോയത്, ഹോരബിലേക്ക്, സിനായിലേക്ക് കയറിപ്പോയി വരാൻ താമസിക്കുന്നുണ്ടപ്പോൾ ആളുകളെല്ലാം എന്നോട് പറഞ്ഞു, ഷോ us the God who brought us from Egypt. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ജിമിക്കും വാളയും മാലയും വളയും മോതിരവും ഒക്കെ ഇങ്ങ് ഊരിത്താ, ഞാൻ അതെല്ലാം കൂടെ ഊരി മേടിച്ചു തീയിലേക്ക് ഇട്ടു. We have a golden calf. എന്ന് പറഞ്ഞാൽ കൽപ്പനകളുമായിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവന് ഈ താഴ്വരയിൽ കാണാൻ കഴിയുന്നത് എന്താണ്? വിഗ്രഹാരാധനയാണ്. we are talking about people who have experienced God, not ordinary people. They saw all the plagues, the hand of God, one after another. 10 ബാധകൾ കണ്ടവരാണ്, ദൈവത്തിന്റെ ഗുണം അനുഭവിച്ചതാണ്, ചെങ്കടൽ 2ആയിട്ട് വിഭജിക്കുന്നത് കണ്ടവരാണ്, അതിലൂടെ ഉണങ്ങിയ നിലത്തൂടെ കടന്നുപോയവരാണ്, തിരിഞ്ഞു നോക്കിയപ്പോൾ ഫറവോന്റെ സൈന്യം ആ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് കണ്ടവരാണ്.
People who have experienced, people who have learned about God, people who have known the intervention of God, people who knew the promise of God. അവർക്കറിയാം 400 വർഷം കൂടെ അടിമകളായിട്ട് പാർക്കേണ്ടി വരും, എന്നാൽ ദൈവം അവരെ പുറപ്പെടുവിക്കാൻ വേണ്ടി ദൈവം അവരെ കുറച്ച് കാലത്തേക്ക് വെച്ചിരിക്കുന്നത് എല്ലാവർക്കറിയാം. They know God of Isaac, they know God of Abraham, God of Jacob, they know the whole history. They were at the risk of idolatry. അപ്പൊ ആ ആളുകൾ അങ്ങനെ വിഗ്രഹാരാധനയിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ we are not stronger than them. We don't have that kind of experience. We have never seen an ocean being divided into two. We have never seen manna falling from heaven. We have never experienced those people experienced. നമ്മുടെ ശത്രുക്കളുടെ നിഗ്രഹവും അവർക്ക് വരുന്ന ബാധകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇസ്രായേൽ മക്കൾ ഇതെല്ലാം കണ്ടിട്ടുണ്ട്. Irrespective of all this, in spite of all this, they were not willing to follow God and worship God. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ വിശ്വാസികൾ വിഗ്രഹാരാധന ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഞാൻ പറയും we do. നമ്മുടെ വ്രതകാരം നമ്മളൊന്നും ചെയ്യുന്നില്ല നമ്മൾ ചിന്തിക്കുന്നെങ്കിലും we do actually idolatry. I'm staying in the land of India, and land of India is known as the land of idolatry. അല്ലേ? നമുക്കിവിടെ 33 കോടി ദൈവങ്ങളുണ്ട്. അതും പോരാഞ്ഞിട്ട് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ഞാനും ദൈവമാണ്, നിങ്ങളും ദൈവമാണ്. When a Hindu sees you, he will say like this. That means what? You have the sparkle of God in you. നിങ്ങളിൽ ഒരു ദൈവാംശമുണ്ട്, because you are going to become part of the നിർഗുണ പരബ്രഹ്മ. After many incarnations, right? അനേക ഒത്തിരി ജന്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാം ആ നിർഗുണ പരബ്രഹ്മത്തിൽ ചേരാനുള്ളവരാണ്. Therefore, you are Brahman, I am Brahman. So when a Hindu says namaste or namaskar, what is he saying? I worship the God particle in you. 33 കോടി ദൈവങ്ങൾ കൂടാതെ ഞാനും നിങ്ങളും എല്ലാം ദൈവമാകുന്ന അവസ്ഥ, അതാണ് ഇന്ത്യ, ലാൻഡ് ഓഫ് ഐഡോളട്രി. ജോൺ കാൽവിൻ പറയുന്നത് ഹ്യൂമൻ ഹാർട്ട് ഈസ് എ ഫാക്ടറി ഓഫ് ഐഡൽസ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഐഡൽ എന്ന് പറഞ്ഞാൽ? എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ? എനിത്തിങ് ദാറ്റ് യു റീപ്ലേസ് ഗോഡ് വിത്ത് ഈസ് ആക്ച്വലി ഐഡൽ. ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയാം. Idolatry is robbing God's glory, reducing God's greatness, and replacing God's primacy. മലയാളത്തിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം കവരുന്നതും ദൈവത്തിന്റെ വലിപ്പം കുറയ്ക്കുന്നതും ദൈവത്തിന്റെ പ്രാമുഖ്യ സ്ഥാനം കളയുന്നതുമാണ് വിഗ്രഹാരാധന. ഇനി പറയും, are we guilty of idolatry? I would say yes. And let me explain all these aspects of idolatry that we do commit on a day-to-day basis in our Christian life. എങ്ങനെയാണ് നമ്മൾ ഈ വിഗ്രഹാരാധന ചെയ്യുന്നത്? ലൈക്ക് we rob God's glory. ദൈവത്തിന്റെ മഹത്വം കവരുക, ദൈവത്തിന്റെ വലിപ്പം കുറയ്ക്കുക, ദൈവത്തിന്റെ പ്രാമുഖ്യ സ്ഥാനം കളയുക, ഇതാണ് വിഗ്രഹാരാധന. Now let me ask you, is God or the Bible God of glory? Answer yes. God is a glorious God. നമ്മളെല്ലാം അതുകൊണ്ടാണല്ലോ സാക്ഷ്യം പറയുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഒക്കെ എഴുന്നേൽക്കുമ്പോൾ ആ വാക്യമാണ് എന്താ? May God's name be glorified. ഇല്ലയോ? ഞാൻ പലരോട് ചോദിച്ചിട്ടുണ്ട്, എന്റെ സുഹൃത്ത് എന്താ ഈ പറയുന്നത്? ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? What do you mean by that statement? What happens to God when he is glorified? What does that mean? Now spell it that in a practical life. How do you glorify God? What is the meaning of glory of God? The word glory is actually coming from a Hebrew word kabod. Doxa is a Greek equivalent. Kabod means it's a weight. ഭാരം എന്നുള്ള വാക്കാണ് അതിനർത്ഥം. God's glory എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഭാരം. Something that makes God is his glory. That's why theologians call it as the basic attribute of God. Something that makes God distinct, different, unique from all other being is his glory. Someone said, when we talk about hand of God, we are talking about his strength. When we talk about the eyes of God, we talk about his vision. When we talk about the mind of God, we talk about the sovereignty. But when we talk about the glory of God, we are talking about the beauty of God. ദൈവത്തിന്റെ സൗന്ദര്യമാണ് അവന്റെ മഹത്വം എന്ന് പറയുന്നത്. ആകാശം അത് വർണ്ണിക്കുന്നു, ആകാശവിധാനം ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. Psalm 19 verse 1. That means, the whole universe is the expression of God's glory. നോക്കൂ, ദൈവം ഉണ്ടാക്കിയ എത്ര മനോഹരമായിട്ട്. ഇറ്റ്സ് ഓൺലി എക്സ്പ്രഷൻ ഓഫ് ഹിസ് ഗ്ലോറി. മഹത്വനായ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ചെറിയൊരു അംശമായി പ്രകൃതിയിൽ കാണുന്നത്. ഒരു പൂമ്പാറ്റയെ നോക്കൂ, ചിത്രശലഭത്തെ നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.
ഒരു റോസാ പുഷ്പം നോക്കൂ, ഹൗ വണ്ടർഫുൾ ഇറ്റ് ഈസ്, റൈറ്റ്? നമുക്ക് ഉണ്ടാക്കാം, പേപ്പർ കൊണ്ടോ തുണി കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റീരിയൽ കൊണ്ടോ റോസാ പുഷ്പം നമുക്ക് ഉണ്ടാകാം. പക്ഷെ അതിന് മൃദുലത കാണത്തില്ല. അത് മണത്തി നോക്കിക്കഴിഞ്ഞാൽ അതിന് വാസന ഉണ്ടാകത്തില്ല. ഒരിക്കലും ഒരു ഷഡ്പറമോ അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഒരു ഹണി ബി, ഒരു തേനീച്ച പോലും നമ്മൾ ഉണ്ടാക്കിയ പുഷ്പത്തിന് അടുക്കലേക്ക് വരികയില്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഗ്ലോറിയസ്. ഇറ്റ്സ് എ ചീപ്പ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വാട്ട് ഗോഡ് ഡിഡ്. ആൻഡ് ഗോഡ് made man in his glory, isn't it? മനുഷ്യനിൽ നമ്മൾ ദൈവത്തിന്റെ മഹത്വം കാണുന്നുണ്ട്. ഞാൻ ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് വാക്യങ്ങൾ പെട്ടെന്ന് അങ്ങ് വായിച്ചു പോവുകയാണ്. യെശയ്യാപ്രവചനം 43-ാം അധ്യായം 7 നമ്മളിങ്ങനെ വായിക്കുന്നത്, എന്റെ നാമത്തിൽ വിളിച്ചും എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചു ഉണ്ടാക്കിയിരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ ദൈവം എന്തിനാ നിർമ്മിച്ചെന്ന് അറിയാമോ? To show and to explain his glory. And also we find when we were sinful, when the Lord called us and chose us before the foundation of the world, Ephesians chapter 1 verse 4-6, it says, from the he has elected us from the foundation of the world that we should be holy and blameless in his presence, in his love, for the unto the praise of his glory. ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എഫേസ്യ ലേഖനത്തിൽ, അല്ലേ? അവന്റെ കൃപാ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി, unto the praise of his glory. The question, why did Jesus come to this world? Answer, for his glory. Why did God create this universe? For his glory. Why the angels? For his glory. Why these why there is volcanoes, why there is tsunami, why there is accident? For his glory. Why did God allow COVID-19? For his glory. Why does he allow bad things in the world? For his glory. Anything and everything that he the world is to explain his glory. 10 രൂപ കൊണ്ട് കഴുകി കൊല്ലാൻ പറ്റുന്ന കൊറോണ കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി എത്ര ഡോളറാണ് മനുഷ്യൻ ചെലവാക്കിയത്, അല്ലേ? Maybe crores. With 10 rupees soap you can kill corona. Very invisible, but it has actually frozen the world. ഒരു ലോകത്തെ മുഴുവൻ നിലയ്ക്ക് നിർത്തുവാൻ ഈ കാണാൻ പറ്റാത്ത കുഞ്ഞൻ വൈറസ് കൊണ്ട് ദൈവം ലോകത്തെ ഇത്രയും ദുരിതത്തിലാക്കിയപ്പോൾ മനുഷ്യൻ മനസ്സിലാക്കുകയാണ്, how limited I am. Right? Job is affected, salary is affected, mortgage is affected, traveling is affected, education is affected, business is affected, health is affected, relationship is affected. മൂക്കും വായും പൊത്തി സോഷ്യൽ ഡിസ്റ്റൻസുമായി കഴിയേണ്ട ഒരു അവസ്ഥ. AK-47 കാണിച്ചാൽ മനുഷ്യല്ല, പക്ഷേ അടുത്ത് നിന്ന് ആരെങ്കിലും തുമ്മിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന അവസ്ഥ. That scary is COVID-19. And God is telling, I am still on the throne. I am a glorious God. You cannot rob my glory. He did everything for his glory, whether it is creation of man, or allowing Jesus to die, or when he chose us before the foundation of the world. And also you find glory of God on the cross at Calvary. Glory is lost in sin and glory is regained in our salvation. എന്താ മനുഷ്യന്റെ പ്രശ്നം എന്നറിയാമോ? ദൈവം അവനെ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിർമ്മിച്ചിട്ട് ദൈവത്തെ അവൻ ആരാധിക്കുകയോ ദൈവത്തോട് നന്ദിയുള്ളവനോ ആയിരുന്നില്ല മനുഷ്യൻ. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, റോമാലേഖനം 1:20-21 വരെയുള്ള വാക്യങ്ങൾ, അല്ലേ? Instead, he equated the glory of God with the animals, with the birds and four-footed beasts. And what did God do? He gave him up. ദൈവം അവനെ അവമാനത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ദൈവം പറയാണ്, എസെക്കിയേൽ 39-ാം അധ്യായം 21-ാം വാക്യത്തിൽ ദൈവം പറയാണ്, I will set my glory among nations. അപ്പം if God is glory of God of glory, what are we supposed to do? നമുക്കതിന് ഉത്തരം അറിയാം. 1 കൊരിന്ത്യർ 10:31 നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ? തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവനാമ മഹത്വത്തിന് വേണ്ടി. അത് നമ്മൾ പാടാറുണ്ട്, അല്ലേ? അങ്ങേ മഹത്വത്തിനായി എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? We seek our own glory, right? Sometimes we steal God's glory to us. Now, how do we commit the sin of idolatry? ഞാൻ പറയാം. We compare God with something that is not glorious. നാം ദൈവത്തെ മഹത്വമില്ലാത്തവരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ actually what we do is idolatry. Glory exclusively belongs to God and we steal it. അതാ ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ ദൈവത്തിന്റെ മഹത്വം കവരുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ? actually stealing God's glory to ourselves, and therefore God is lesser than what
the scripture describes. വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തുന്ന മഹത്വപൂർണനായ ദൈവത്തിന്റെ മഹത്വത്തിന്റെ അംശം നമ്മൾ മോഷ്ടിക്കുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ ആരാധിക്കുന്നത് മഹത്വം കുറഞ്ഞവനായ ഒരു വ്യക്തിയാണ്. And he is not God of the Bible. We are worshipping God of the Bible. He should be the full glorious God and everything belongs to him. നമ്മൾ പറയല്ലോ മഹത്വം, ബഹുമാനവും രാജ്യവും പുകഴ്ചയും എല്ലാം അവന് എന്ന് പറഞ്ഞതിന് ശേഷം what do? We seek a little opportunity to steal God's glory for ourselves. അങ്ങനെ സ്വന്തം കഴിവിലും സ്വന്തം കൃപാവരങ്ങളിലൊക്കെ പുകഴുന്ന എത്രയോ ആളുകളുണ്ട് അല്ലേ? പഴയ മുതൽ മനുഷ്യനെ നമ്മൾ വായിക്കുന്നത്, ഓ ലുക്ക് അറ്റ് ദിസ് ഗ്രേറ്റ് കിങ്ഡം ഓഫ് ബാബിലോൺ, ഈസ് ഇറ്റ് നോട്ട് മൈ ഹാൻഡി വർക്ക്? ഇതെന്റെ കൈകളുടെ പണിയല്ലയോ, എന്റെ വിരലുകളുടെ പണിയല്ലയോ എന്ന മനുഷ്യന്റെ വായിൽ നിന്ന് വീണ് ഉടനെ ദൈവം പറയാണ്, you are going to eat grass for next 7 years until you learn that the Most High rules in the kingdom of men. മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ ദൈവം വസിക്കുന്നു, ദൈവമാണ് വാഴുന്നത്, ദൈവമാണ് രാജാവെന്ന് നീ മനസ്സിലാക്കുന്നിടത്തോളം അതുവരെ നീ കാളയെ പോലെ പുല്ല് തിന്നും എന്നാണ്. അവന്റെ നഖം വളർന്നു, അവന്റെ ശരീരത്തിൽ രോമം വളർന്നു, അവൻ പുല്ല് തിന്നുന്നതായി തീർന്നു. എന്താ അറിയോ? ബിക്കോസ് he wanted to take some glory. പുതിയ നമുക്കൊരു മനുഷ്യനെ കുറിച്ച് അറിയാം, ഇവനെ ദൈവത്തെ പോലെ കേൾക്കുന്നു, he sounds like God എന്ന് പറഞ്ഞപ്പോഴേക്ക് ദൈവം അവനെ അടിച്ചു, അവൻ ഇരയായി തീർന്നു നമ്മൾ വായിക്കുന്നു. There's always a temptation for us to take the glory of God to ourselves, and we compare God with something that is less glorious. Exodus chapter 20 verse 5 says, നിന്റെ യഹോവയായ ദൈവം ഞാൻ തീഷ്ണതയുള്ള ദൈവമാണ്. Exodus 15:11 says, യഹോവേ ദേവന്മാരിൽ നിനക്ക് തുല്യനാ, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യനാർ. Who is like unto you? Who is comparable like you? 2 Samuel 7:22 says, അതുകൊണ്ട് കർത്താവായ യഹോവേ നീ വലിയവനാകുന്നു, നിന്നെ പോലെ ഒരുത്തനുമില്ല. ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതൊക്കെയും ഓർത്താൽ നീ അല്ലാതെ ദൈവമില്ല. സങ്കീർത്തനം 35:10 യഹോവേ നിനക്ക് തുല്യനാ, എളിയവനെ തന്നിലും ബലമേറിയവന്റെ കയ്യിൽ നിന്നും, എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരന്റെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നു. സങ്കീർത്തനം 89:6 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, സ്വർഗത്തിൽ യഹോവയോട് സദൃശനായവനാ, ദേവപുത്രന്മാരിൽ യഹോവയ്ക്ക് തുല്യനായവൻ ആർ. യെശയ്യാപ്രവചനം 40 തൊട്ട് 48 വരെയുള്ള അധ്യായങ്ങളിൽ ധാരാളം വാക്യങ്ങളുണ്ട്. ഞാൻ ചിലത് മാത്രം പെട്ടെന്ന് വായിച്ചു പോകാം. ആകയാൽ നിങ്ങൾ ദൈവത്തെ ആരോട് ഉപമിക്കും? ഏത് പ്രതിമയെ നിങ്ങൾ അവനോട് സാദൃശ്യമാക്കും? ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സാദൃശ്യമാക്കും? ഞാൻ ആരോട് തുല്യനാകും എന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. ഞാൻ യഹോവ, അത് തന്നെ എന്റെ നാമം, എന്റെ മഹത്വം ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. ഐസയ 42 verse 8, I will never share my glory with anybody. അതാ ദൈവം പറഞ്ഞത്, ഗ്ലോറി belongs to me, മഹത്വം എനിക്കുള്ളതാണ്, അത് ആർക്കും ഞാൻ കൊടുക്കുകയില്ല. And God is asking us, who gave you the audacity to steal my glory? It exclusively belongs to me. If I am a glorious God, you cannot steal it from me. That's what God says. Isaiah 46 verse 5 and 9 says, നിങ്ങൾ എന്നെ ആരോട് ഉപമിച്ച് സദൃശ്യമാക്കും? തമ്മിൽ ഒത്തുവരത്തക്കവണ്ണം എന്നോട് ആരോട് തുല്യമാക്കും? പണ്ടുള്ള കാര്യങ്ങളെ ഓർത്തുകൊള്ളുവിൻ, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാൻ തന്നെ ദൈവം, എന്നെ പോലെ ഒരുത്തനുമില്ല. ഞാൻ എന്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. ദൈവം വളരെ വ്യക്തമായിട്ട് ദൈവം പറയാണ് യെശയ്യാപ്രവചനം 48:11, I will share my glory with nobody. ദൈവത്തോട് സമൻ ആരാണ് എന്നാണ്. അതാണല്ലോ മീഖാ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 18 നമ്മൾ വായിക്കുന്നത്. മീഖ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം who is like God. ദൈവത്തെ പോലെ ആരാണ് ഉള്ളത്? അകൃത്യം ക്ഷമിക്കുകയും തന്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? Who is a God like unto our God, the God of the Bible. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അടിച്ച് മരിച്ചുപോയൊരു മനുഷ്യനെ കുറിച്ച് പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, അല്ലേ? There have been always temptation for people to take God's glory. And we know Lucifer is a great example in the Bible. In Isaiah chapter 14 verse 13 and 14 we find, Lucifer says, ഞാൻ അത്യുന്നതനോട് സമനാകും. I will be equal to God. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? We take his glory to ourselves. ഒരു ഇച്ചിരി പ്രശംസ, ഒരു ഇച്ചിരി മഹത്വം കിട്ടിയാൽ, എന്റെ ബ്രദറെ, ഞങ്ങളുടെ ഹോളി വന്നിട്ടുണ്ടോ? ഈ ഫാനൊക്കെ ഞാനാണ് ഇട്ടിരിക്കുന്നത്, ഞങ്ങളുടെ പോഡിയം ഞാൻ സ്പോൺസർ ചെയ്തതാണ്, ഈ വർഷത്തെ ന്യൂ ഇയർ മീറ്റിംഗിന്റെ മുഴുവൻ ചെലവും ഞാനാണ്.
Who gets the glory? We get the glory, right? There's always a temptation to grab God's glory for ourselves. ഈ സഹോദരിമാരുടെ സമ്മേളനത്തിന് ശേഷം, ഏത് സഹോദരിമാരുടെ മീറ്റിംഗിന് ശേഷം ഒരു 15 മിനിറ്റ്, ചിലപ്പോൾ 30-40 മിനിറ്റ് ഒക്കെ കൂടും കേട്ടോ, ഡിപ്പെൻഡിങ് ഓൺ വിച്ച് കൺട്രി യു ആർ. സഹോദരിമാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്ന് അവരുടെ കുടുംബത്തെ കുറിച്ചും അതുപോലെ മക്കളെ കുറിച്ചും ഭർത്താവിനെ കുറിച്ചൊക്കെ ചെറുതാർക്ക് ഇങ്ങനെ പറയാറുണ്ട്. എല്ലാ സഹോദരിമാരും ചെയ്യാറുണ്ട് കാര്യമാണ്. അപ്പോ ഈ കൂടുതൽ ആൾക്കാർ പൊങ്ങച്ചോടിക്കും. നമുക്കറിയാമല്ലോ, പൊങ്ങച്ചം മനുഷ്യ സഹജമാണ്. അപ്പൊ 4 സ്ത്രീകൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരു ലേഡി പറഞ്ഞു, മൈ സൺ ഈസ് ആക്ച്വലി the cardinal in Rome, and people come and kiss his fist. ആളുകൾ വന്ന് അവന്റെ കയ്യിൽ ഇങ്ങനെ മുത്തം ചെയ്യും. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, അവർ ഹോളി റെവറൻഡ് ഫാദർ, അങ്ങനെയാണ് എന്റെ മോനെ വിളിക്കുന്നത്. എന്റെ മോൻ വലിയ പുള്ളിയാണ്. രണ്ടാമത്തെ ലേഡി പറഞ്ഞു, മൈ സൺ ഈസ് എ ഗ്രേറ്റ് ഓഫീസർ ഇൻ ആർമി, and people come with all suit, without polished shoes and belt, and without being well dressed. Nobody can come in front of him, and they have to salute and they have to say, yes sir, that honorable is my son. The third lady said, എന്റെ മോനാണെങ്കിൽ രാഷ്ട്രീയത്തിലാണ്, അവനെ ആദ്യം കാണണമെങ്കിൽ PA അടുത്ത് പോകണം. PA കൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ സെക്യൂരിറ്റി ഉണ്ട്. അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ സാറേ എന്ന് വിളിച്ച് കുമ്പിട്ടാൽ മാത്രമേ, അങ്ങനെയാണ് ആളുകൾ ചെയ്യുന്നത്. That's how you need to regard him. He's very important person. അപ്പൊ ഈ 3 സ്ത്രീകളും അവരുടെ മക്കൾ ആമ്പിള്ളാര് വലിയ കൂടിയ ആളുകളാണ് എന്ന് പറഞ്ഞപ്പോൾ നാലാമത്തെ സ്ത്രീ പറഞ്ഞു, my son is actually 6.4 and he's 250 kg, so huge and hefty, and whenever people look at him they say, oh God. Sometimes we have a temptation to take God's glory and to take his place for ourselves. He that glorious, let him glory in the Lord. അങ്ങനെ നമ്മൾ വായിക്കുന്നത്. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. We have a great temptation to glory in our achievement, glory in our education, glory in our past. ഡാളസിൽ ഒരു വല്യപ്പച്ചനുണ്ടായിരുന്നു. പുള്ളിയുടെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ ആരെങ്കിലും മലയാളികൾ ആ ഡാളസ് ഏരിയയിൽ ചെന്ന് കഴിഞ്ഞാൽ വല്യപ്പച്ചൻ പുള്ളി അവരെ കൊണ്ടുപോകും, ഒരു ചായയൊക്കെ കൊടുത്തിട്ട് പിന്നെ പുള്ളിയുടെ കത്തിയാണ്. പുള്ളി പറയും, മോനെ, when I came here in 1960s ഇവിടെ എല്ലാം ഫോറസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ഈ എയർപോർട്ടിലുള്ള ഡാലസ് ഫോർട്ട് വർത്ത് എന്ന് പറയുന്നത് ഞാൻ ചുമ്മാ സൈക്കിൾ ഓടിച്ചെടുത്ത സ്ഥലമാണ്. ഇങ്ങനെ കത്തി വെച്ച് പുള്ളി പറയുന്നത് കേട്ടാ വിചാരിക്കും ഈ ഡാലസ് എന്നുള്ള പുള്ളി കണ്ടുപിടിച്ചാണ്. ഇങ്ങനെ കത്തി കേട്ട് നമ്മുടെ മലയാളികളല്ലേ, അവിടെ പുതിയതായിട്ട് ചെല്ലുന്ന പിള്ളേരെല്ലാം കൂടെ പുള്ളി പിന്നെ വിളിക്കുന്ന കൊളംബസ് അപ്പച്ചൻ. We love to take some glory, whether it is in secular life or in spiritual life. We want to act God, Some days we think we are the glorious one. I should get importance. I am the most significant one. ചിലർ പറയാറില്ലേ, എന്റെ ബ്രദറെ സഭയിൽ വന്നൊരു സുഖമില്ല, ഇന്നത്തെ ആരാധന ശരിയായില്ല, ഇന്നത്തെ പ്രസംഗം കൊണ്ട് ഒത്തില്ല. I didn't feel so much. The ministry was not very effective to me. It did not serve me. Let me ask you, are you the center of the church? Do you come to the church because you want to be the important one and you are more significant and everybody else is there to serve you? Are we the center of the church? If you ever think that, you are actually taking God's place. He is the most glorious one. ദൈവത്തിന്റെ മഹത്വം കവരരുത്. We are not supposed to steal his glory and take it for ourselves. Do not take the glory of God and give to somebody else. ദൈവം പറയാണ്, I am a glorious one. I share my glory with nobody. And the second way that we commit the sin of idolatry is by reducing God's greatness. ദൈവത്തിന്റെ വലിപ്പം കുറച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം യു ആർ വർഷിപ്പിംഗ് എ ലെസർ ഗോഡ് ഓഫ് ദ ബൈബിൾ, അല്ലെ? വേദപുസ്തകത്തിലെ ദൈവം എന്ന് പറഞ്ഞാൽ മഹത്വവാനായ ദൈവമാണ് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, മൈ ഗോഡ് ഈസ് ബിഗ്. നമ്മൾ സൺഡേ സ്കൂളിൽ പാടാറുണ്ട്, അല്ലെ? മൈ ഗോഡ് ഈസ് സോ ബിഗ്, സോ സ്ട്രോങ് ആൻഡ് സോ മൈറ്റി. ഇതൊക്കെ നമ്മൾ പാടും. ബട്ട് വെൻ ഇറ്റ് കംസ് ടു our actual lives, how big is your God? We know our universe is so humongous that we have no idea about the boundary of the universe. നമ്മൾ ജീവിക്കുന്ന ലോകത്തിന്റെ അതിരുകളെ കുറിച്ച് നമുക്ക് ഇതുവരെ അറിയത്തില്ല. അതുകൊണ്ട് ഇന്നും ശാസ്ത്രജ്ഞന്മാര് ഈ ലോകത്തിന്റെ അതിർത്തിയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ അതിർത്തിയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. Because they have no idea. If God is big, the universe is only a spark of his greatness. ദൈവത്തിന്റെ വലിപ്പത്തിന്റെ ചെറിയൊരു അംശമാണ് ദൈവം ഉണ്ടാക്കിയ ഈ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. Look at the universe. Psalm 90 verse 2 says, പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുൻപേ നീ അനാദിയായും ശാശ്വതമായ ദൈവമാണ്. Exodus chapter 20 verse 6,
യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയും ഉള്ളവൻ. യെശയ്യാപ്രവചനം 40-ാം അധ്യായം 12 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് ഞാൻ വായിക്കാം. തന്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളമടക്കുകയും ചാണ കൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുന്നവൻ ആർ? യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയുകയോ അവന് മന്ത്രിയായി അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്തവൻ ആർ? അവനെ ഉപദേശിച്ച് ന്യായത്തിന്റെ പാതയെ പഠിപ്പിക്കുകയും അവനെ പരിജ്ഞാനം പഠിപ്പിച്ച് വിവേകത്തിന്റെ മാർഗം കാണിക്കുകയും ചെയ്തു കൊടുക്കേണ്ടതിന് അവൻ ആരോടാകുന്ന ആലോചന കഴിച്ചത്? ഇതാ ജാതികൾ തുലാക്കൊട്ടയിൽ ഒരു തുള്ളി പോലെയും തുലാസിലൊരു പൊടി പോലെയും അവന് തോന്നുന്നു. ഇതാ അവൻ ദ്വീപുകളെ ഒരു മണൽത്തരി പോലെ എടുത്തു പോകുന്നു. ലെബനോൻ വിറകിന് പോരാ, അതിലെ മൃഗങ്ങൾ ഹോമത്തിന് മതിയാകുന്നില്ല. സകല ജാതികളും അവന് അവന് വെറുമയും ശൂന്യമായി തോന്നുന്നു. That means God is so great and greater than what we can even imagine. Job chapter 33 verse 12 says, അതിന് ഞാൻ നിന്നോട് ഉത്തരം പറയില്ല. ദൈവം പറയാണ്, ഇതിൽ നീ നീതിമാനല്ല, ദൈവം മനുഷ്യനേക്കാൾ വലിയവനല്ലോ. Job chapter 36 verse 26 says, നമുക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം ദൈവം അത്യുന്നതൻ, അവന്റെ ആണ്ടുകളുടെ സംഖ്യ ആരാഞ്ഞുകൂടാത്തത്. സങ്കീർത്തനം 24:1 നമുക്കറിയാം അല്ലയോ? ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാണ്. ദൈവം വിശുദ്ധന്മാരുടെ സംഘത്തിൽ ഏറ്റവും ഭയങ്കരം. അവന്റെ ചുറ്റുമുള്ള എല്ലാവർക്കും വേണ്ടി ഭയപ്പെടുവാൻ യോഗ്യനുമാകുന്നു. Psalm 89 verse 7. യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു, പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. 1 Samuel chapter 2 verse 6 and 7. നെഹമ്യാ 9:6 വായിക്കുന്നത് എങ്ങനെയാണ്? നീ മാത്രം യഹോവയാണ്. You alone are the Lord. നീ ആകാശത്തെയും സ്വർഗത്തിലെയും അവിടുത്തെ സകല സൈന്യങ്ങളെയും ഭൂമിയിലെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളിലുള്ള എല്ലാവത്തെയും നീ ഉണ്ടാക്കി. നീ അവയൊക്കെയും രക്ഷിക്കുന്നു. ആകാശത്തിലെ സൈന്യം നിന്നെ നമസ്കരിക്കും. നിനക്ക് സകലവും കഴിയും. അതല്ലേ നമ്മള് യോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ വായിക്കുന്നത് അങ്ങനെയാണ് അല്ലേ? Lord, you everything. നിനക്ക് സകലവും നിനക്കറിയാം. All things are possible with you. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശം അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. I know nobody can thwart your plans. യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയും എന്റെ രക്ഷയുമായ കൊമ്പും എന്റെ ഗോപുരവും എന്ന് പറയണമെങ്കിൽ God should be really great God. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, യഹോവ എന്റെ രക്ഷയും എന്റെ വെളിച്ചവുമാകുന്നു, ഞാൻ ആരെ പേടിക്കും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഞാൻ ആരെ ഭയപ്പെടും? ഞാൻ ആരെ പേടിക്കും? സങ്കീർത്തനം 115:3 നമുക്കെല്ലാം പരിചയമുള്ള വാക്യമാണ്. എന്താ? നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ഈസ് ഗോഡ് ഓഫ് ഗ്രേറ്റ്നസ്. വലിയൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഉയർന്നവൻ, ഉന്നതൻ, ശാശ്വതവാസി, പരിശുദ്ധൻ എന്ന നാമമുള്ളവൻ. അത് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത്. തന്നെ സ്നേഹിക്കുന്നവർക്കും തന്റെ കൽപ്പന പ്രമാണിക്കുന്നവർക്കും നിയമവും ദൈവവും പരിപാലിക്കുന്നവനുമായ മഹാനും ഭയങ്കരനുമായ കർത്താവ്. പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അവന്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതന്മേൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുത്തനുണ്ട്, സൈന്യങ്ങളുടെ യഹോവ. അതാണ് അവൻ. His name is such a great name and we reduce his name because we don't sometimes understand that God is big. We reduce him how? By questioning him. We reduce him by murmuring. We reduce him by not trusting him. ഓരോ പ്രാവശ്യം ദൈവത്തോട് ചോദ്യം ചോദിക്കുമ്പോൾ നാം അവനെ ചെറുതായി കാണുക. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, Lord, why you did this? Why you don't answer my prayer? Why your ears are deaf to me? Why you are blind to my situation? Lord, in COVID-19, you never attended to my need. You don't know the struggle that I'm through. You don't know the pain of my heart, and you seem to be very far. When trouble is near, you seem to be very far, right? We are actually questioning the greatness of God. നിന്നെ സഹായിക്കാൻ പറ്റാതെ വണ്ണം എന്റെ കൈ കുറുകായിട്ടില്ല അല്ലേ? നിന്റെ പ്രാർത്ഥനകൾ കേൾക്കാതെ വണ്ണം I have never become a deaf God. I am a great God. I'm still on the throne and I'm mindful of my own. That's what God of the Bible. നമുക്കറിയാം, സ്വർഗത്തിൽ നിന്ന് തീ വരുത്തിയ ഒരു മനുഷ്യനാണ് ഏലിയാവ് അല്ലേ? യഹോവ മാത്രമാണ് ദൈവം. ബാലിന്റെ പ്രവാചകന്മാരെ മുഴുവൻ വെട്ടിക്കൊന്നു. He proved that God of the Bible is the only one God, the created God, the prayer answering God, who can bring fire from heaven. That we find in 1
1 King chapter 17. But what do you find in chapter 19? ചൂരച്ചെടിയുടെ തണലിൽ പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ. എന്താ അദ്ദേഹം പറയുന്നത്? Lord, take my life, for I am not better than my fathers. ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ. എന്തൊരു നിരാശയാ. കാരണം ആഹാബ് രാജാവിന്റെ ഭാര്യ ഇസബേൽ പറഞ്ഞു, വിത്തിൻ 24 hours, ഈ നേരത്തോട് നേരമാകുമ്പോൾ ഞാൻ നിന്നെ, നീ കൊന്ന പ്രവാചകന്മാരെ പോലെ നിന്നെ കൊല്ലുന്നില്ലെങ്കിൽ യഹോവ എന്നോട് അധികം തക്കവണ്ണം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഈ ഭീഷണി കേട്ടപ്പോൾ അവൻ പറയാണ്, Lord, take my life, for I am not better than my fathers. Hey, wait a minute. When you are on the mountain, you prove that God is God who can answer prayer, and He's still on the throne. He's a living God, isn't it? What happened to your concept of God? എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രതികൂലങ്ങളിലും നമ്മുടെ പ്രശ്നങ്ങളിലും, where is your God? How big is your God? Whenever we are discouraged, we are proving that our God is not worth worshiping. പലപ്പോഴും പിറുപിറുക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയുന്നത് അറിയുമോ, Lord, you are not worth. നിന്നെ ആരാധിക്കുവാൻ തക്കവണ്ണം, നിന്നെ സ്തുതിക്കുവാൻ തക്കവണ്ണം നീ അത്രയും വലിപ്പമുള്ളവനല്ല. Maybe you are not able to interfere in my life, therefore you are small God. That is not God of the Bible. ദൈവം വാസ്തവത്തിൽ ഭൂമിയിൽ വസിക്കുമോ എന്നാണ് നമ്മൾ ശലോമോൻ ചോദിക്കുന്നത്, അല്ലേ? സ്വർഗത്തിലും സ്വർഗത്തിലും അടങ്ങാത്തൊരു ദൈവത്തിന് മുൻപിൽ നിന്നുകൊണ്ട് നമ്മൾ പറയാണ്, Lord, you cannot do in my life. കർത്താവ്, എന്റെ രോഗത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, നീ ഉത്തരം അരളിയില്ല. Why are you not answering my prayer? At least in the back of mind, what are we thinking? Maybe our God is not capable enough. അല്ലേ? അതാണ്. സംശയിക്കുമ്പോൾ ദൈവത്തെ ചെറുതാക്കുകയാണ്, ചോദ്യം ചെയ്യുമ്പോൾ ദൈവത്തെ ചെറുതാക്കുകയാണ്, പിറുപിറുക്കുമ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്യുകയാണ്. When you don't trust him, അവനെ വിശ്വസിക്കാതിരിക്കുമ്പോൾ നാം ദൈവത്തെ ചെറുതാക്കുകയാണ്. We have nice pictures of God. Sometimes we say God is good, merciful, gracious, long-suffering, forgiving, providing. He is just, righteous. ഇതെല്ലാം ശരിയാണ്. Okay? God is slow to anger, merciful, very loving. ഇതെല്ലാം ശരിയാണ്. But then there is other side of God. What is that? He is holy, he is righteous, he is pure, he is consuming fire, he is almighty, he is sovereign, he is eternal, and he knows what he is doing. He is on the throne. He knows what to do. We know the heart of the king is in the hands of God. He turns to whichever way he wants. ഞാൻ പറഞ്ഞില്ലേ, കാണാൻ പറ്റാത്ത ഇൻവിസിബിൾ ആയ ഒരു കുഞ്ഞൻ വൈറസിനെ ഈ ലോകത്തിൽ ദൈവം അനുവദിച്ചിട്ട് ലോകത്തെ മുഴുവൻ ഫ്രീസ് ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, think about the ability of God. Let me ask you, how big is your God? How often you have reduced God? ഇത്ര വലിയ ദൈവത്തെ ചെറുതാക്കുവാൻ നമുക്ക് അവകാശം തന്നത് ആരാണ്? Who gave you the audacity to reduce the size of God? God of the Bible is God who is so big, bigger than anything that you can think. He's even bigger than your problems. As we move into 2021, I don't know what your troubles are. I don't know what your challenges are. What are your anxieties? What are your perplexities? What are your questions? And what are your unanswered prayers? I do not know. But I know one thing. You have a great God who is bigger than your anxieties. A great God who is bigger than your problems. Bigger than your financial difficulties. Bigger than anything that you can think about. Otherwise, he's not God. നമ്മുടെ പ്രശ്നത്തെക്കാൾ വലിയവനല്ല ദൈവമെങ്കിൽ you don't have to worship him at all, because he's a less God. He's not a powerful God. Our God is a powerful God. He rules the whole universe. പ്രപഞ്ചത്തെ മുഴുവൻ അടക്കി വാഴുന്ന ഒരു ദൈവം, എല്ലാ സമയത്തും സൂര്യനെ അയക്കുന്ന, മഞ്ഞ് അയക്കുന്ന, മഴയെ അയക്കുന്ന, പ്രകൃതിയെ, നമുക്കറിയാമല്ലോ, താഴെ നടക്കുന്ന ഒരു ഉറുമ്പിന്റെ വയറ് നിറയുവാനുള്ള ഭക്ഷണം പോലും ഒരുക്കുന്ന ഒരു ദൈവമാണ്, അല്ലേ? സിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. നീതിമാന്മാരുടെ അവര് തുണയില്ലാതിരിക്കുന്നതും അവരുടെ മക്കൾ അപ്പമിരക്കുന്നതും ഇല്ല. Oh, brothers and sisters, how big is our God? We need to have faith in Lord. In that, how great our God is. So what is idolatry? നമ്മൾ എങ്ങനെയാണ് ഈ വിഗ്രഹാരാധന എന്ന് പറയുന്ന പാപം ചെയ്യുന്നത്? ദൈവത്തിന്റെ മഹത്വം നമ്മൾ കവർന്നെടുക്കും, ദൈവത്തിന്റെ വലിപ്പം കുറയ്ക്കുന്നു, ദൈവത്തിന്റെ പ്രാമുഖ്യം കുറയ്ക്കുന്നു. അതാണ് മൂന്നാമത്തത്. We replace God's primacy. Idolatry is robbing God's glory, and it is reducing God's greatness, and it is replacing God's primacy. How do we replace God's primacy? ഞാൻ ചോദിക്കട്ടെ, ദൈവം അല്ലാതെ വേറെ ആരെങ്കിലും നമുക്കുണ്ടോ? The prominent one. നമ്മുടെ ജീവിതത്തിന്റെ പ്രാമുഖ്യം എന്താണ്? ആണല്ലോ, അല്ലേ?
രണ്ടാം അധ്യായം 13-ാം വാക്യത്തെ യഹോവ പറയാണ്, എന്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു. ഒന്ന്, ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു, വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ട കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. They don't want me. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ദൈവത്തിന്റെ അടുക്കൽ വന്നിട്ട് പറയും, Lord, I don't need you. He's not important. I don't think I need God. My youngsters who are listening to me, you are educated, you are smart, you have plenty of caliber, you have too many ideas, you are very creative. You're all well done, because technology is there, science is there. Do you ever think, I don't need God? Sickness, oh, okay, medical science can take care of it. I have a practical difficulty, or technology is there. Or I have people to help me, or I am smart enough. Anytime you think, I can do that all by myself, then you are saying, God, you're not important to me. I don't need you. You are there. Be there in your place. I can handle my life. That's actually idolatry. Maybe we are guilty of that kind of an idolatry. I can handle my life. I am the Lord of my life. I am the captain of my ship. I know what to go. I am smart enough. I am educated. I know what to do. I know how to do. Therefore, I don't want God to dictate terms in my life. That is idolatry. That attitude is idolatry. We are living in a world of humanism, man-centeredness, not God-centeredness. Like the old graffiti says, I grew up as an atheist. I never believed in God, but now I do. I believe in myself. I'm God. I love t-shirts. And I have, like half a dozen. I used to have actually more than 20 t-shirts with Bible verses. My size is 40. These t-shirts with Bible verses, and I come across people with very interesting, slogans on the t-shirt. And I used to wear, t-shirts with Bible verses when I travel. And I never like Nenjivangelism. You are using your chest to talk about, Jesus. Why do you want to just use your chest for advertising Pepsi or Coca-Cola or Mandaro or something else? You can use a chest for glorifying God. So whenever I walk out outside, I have t-shirts with Christian words. Well, I came across one guy who had a very interesting slogan on his t-shirt. It says, you can be sure of two things. Okay, a statement. You can be sure of two things. Number one, there is a God. Two, it's not you. Brilliant, isn't it? You can be sure of two things. Number one, there is a God. Two, it is not you. We cannot take the place of God. He should be the important one, not my decision, not my plan. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവിതിരിക, യഹോവ അരുളിച്ചെയ്യാണ്, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിക്കുന്നു. കാളവന്റെ ഉടവനെയും കഴുതന്റെ യജമാനെയും യജമാനന്റെ പുൽത്തൊട്ടിയും പറയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എന്റെ ജനം ഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്ക് എന്തിനാണ്? മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതി വന്നിരിക്കുന്നു. I am fed up, God says. കാളകളുടെയോ കുഞ്ഞാടുകളുടെ കോലാട്ടുകൊറ്റന്മാരുടെ രക്തം എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ എന്റെ സന്നിധിയിൽ വരുമ്പോൾ എന്റെ പ്രകാരങ്ങളെ ചവിട്ടുവാൻ നിങ്ങളോട് ചോദിച്ചത് ആരാണ്? നിങ്ങൾ ഇനി വ്യർത്ഥമായിട്ടുള്ള കാഴ്ച കൊണ്ടുവരുന്നത് ധൂപം എനിക്ക് വെറുപ്പാണ്. അമാവാസ്യയും ശബത്തും സഭായോഗം കൂടുന്നു, നീതികേടും ഉത്സവയോഗം എനിക്ക് സഹിച്ചുകൂടുക. Because your heart is far away from me and you have this religiosity. I don't want. See, I'm the fourth one, fourth generation brethren, right? As the years go by, all what you have is only legacy, heritage, and tradition, and not an intimacy with the Lord. That's actually a problem. It's a problem for our children, the next generation that is coming up, because they have only heard, they've never experienced. How big is our God? ദൈവം പറയാണ്, ഈ ജനം എന്റെ അടുത്ത് വന്ന്, യെശയ്യാപ്രവചനം 21:13 പറയാണ്, എന്റെ അടുത്ത് വന്ന് വാ കൊണ്ട് അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വെച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാടമാക്കിയ മാനുഷിക കൽപ്പനയത്രേ. We are very religious, not spiritual. We understand God as an object somewhere in the outer space, but then he is not a reality that we worship and we have a great feeling for. ദൈവം പറയാണ്, നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. Amos chapter 5 verse 21 is very clear. എനിക്ക് നിങ്ങളുടെ ഹോമയാഗങ്ങളും അതുപോലെ ഭോജനം അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കത്തില്ല. തടിച്ച മൃഗങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ സമാധാനയാഗങ്ങളെ ഞാൻ കടാക്ഷിക്കും. നിന്റെ പാട്ടുകളുടെ സ്വരം എന്റെ മുമ്പിൽ നിന്ന് നീക്കുക, നിന്റെ വീണാനാദം ഞാൻ കേൾക്കുകയില്ല. God says, if I'm not important to you, why do you do all this religious activity?
കർത്താവ് ചോദിക്കുക, നിങ്ങൾ എന്തിനാ ഈ ഓക്ലോഹോമ ബ്രദറൻ ബൈബിൾ ചാപ്പൽ വരുന്നത്? എന്തിനാ എന്നെ ആരാധിക്കുന്നത്? If I have no place in your heart, if I'm not important to you, if I'm not big to you, then why all this? I don't want any spiritual formalism, says God. If I'm not your priority, if I'm not biggest one for you, we have to do it. He says sorry. ഞാൻ എന്റെ ജീവിതത്തിൽ വലിയ പ്രാമുഖ്യമുള്ള പ്രാധാന്യമുള്ള ആളല്ലെങ്കിൽ പിന്നെ ഈ കാട്ടിക്കൂട്ടുന്ന മതപരമായ ചടങ്ങുകളൊന്നും എനിക്ക് യാതൊരു ആവശ്യവുമില്ല. ദൈവം പറഞ്ഞല്ലോ, there is no one beside me, അല്ലേ? അതുകൊണ്ട് മാർട്ടിൻ ലൂഥർ പറഞ്ഞത്, treat God as God. Treat God as God. ദൈവത്തെ പോലെ തന്നെ കാണണം. ഞാൻ ചോദിക്കട്ടെ, where is God in our life? Where is God in our program and projects? ഒരു സിമ്പിൾ കാര്യം ചോദിക്കാം, നമ്മുടെ വിവാഹാലോചനകളിൽ എവിടെയാ ദൈവം? നമ്മൾ എഴുതുമല്ലോ, റിജോയ്സിങ് ഇൻ ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്. ദൈവഹിതത്തിന് ഞങ്ങൾ പൂർണ്ണമായിട്ട് കീഴ്പ്പെട്ടുകൊണ്ട് ഈ ഒരു, പക്ഷെ പെണ്ണ് കാണുമ്പോഴോ, ചെറുക്കം പെണ്ണ് വെളുത്താണോ, മുടിയുണ്ടോ, ജോലിയുണ്ടോ, ആറന്നാണോ, സ്വന്തമായിട്ട് വീടുണ്ടോ, വാട്ട് കൈൻഡ് ഓഫ് കാർ, അല്ലേ? ചെറുക്കനാണെങ്കിൽ ഐ സി ഫ്രം എ ഗുഡ് ബാക്ക്ഗ്രൗണ്ട്, വിൽ യു ടേക്ക് കെയർ ഓഫ് മൈ ഡോട്ടർ, നല്ല കുടുംബമാണോ, നമുക്ക് ചേരാൻ പറ്റുന്നതാണോ, ഫൈനാൻഷ്യലി എല്ലാം നമ്മൾ നോക്കും, കളറും ഹൈറ്റും കാസ്റ്റും എല്ലാം നോക്കിയതിന് ശേഷം അവസാനം അതായത് ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ കണ്ണിന് നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കും. ഈ ഒരു കാർഡ് ദൈവത്തിന് അയച്ചു കൊടുത്ത ദൈവം പറയും, ഇത് മനുഷ്യരാൽ സംഭവിച്ചു, എന്റെ ദൃഷ്ടിക്ക് വളരെ ആശ്ചര്യമായിരിക്കും. We do everything and we, at the end of the day, we say, oh brother, it's all God's grace, and God knows it's a fluke. ദൈവത്തിന് അറിയാം നമ്മൾ ഈ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല, because it's part of our Christian vocabulary, isn't it? Where is God in our business? Where is God in our dealing of money? Where is God in our planning for the future? Where is God in my life? Are we guilty of spiritual plagiarism? Like we inadvertently reveal our ultimate interest, isn't it? That thing, our job, our health, our house, our child, it brings more, happiness, more joy than God himself, isn't it? Where is God? How big is our God? നിങ്ങൾ ചെക്ക് ബുക്ക് എടുത്തിട്ട് ചെക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നത്? Suppose I write, let's say, $100 to Brother Isaac Samuel or Brother Johnson or whoever, to Mr. Isaac Samuel, $100 only. ഇന്ത്യയിൽ അങ്ങനെ എഴുതുന്നത്? നിങ്ങളവിടെ എനിക്കൊന്ന് 2 പൂജ്യം എഴുതിയിട്ട് ഇങ്ങനെ ഒരു ഇടയ്ക്ക് ഒരു ക്രോസ് ചെയ്ത് തോന്നല്ലേ? In India we write check like that, അത് $9 ആണെങ്കിലോ, to Isaac only. $10,000 only. $1 million only. $1 billion, $1 billion only. Have you ever come to God and said in the checkbook of your life, God only? God only? എന്റെ ജീവിതത്തിൽ ദൈവം മാത്രം. Where is God in our life? We reduce God's glory. ദൈവത്തിന് പോകേണ്ട മഹത്വം നമ്മൾ മോഷ്ടിക്കുന്നു. വലിയവനായ ദൈവത്തെ ചെറുതായി നമ്മൾ കാണുന്നു. ദൈവത്തിന്റെ പ്രമുഖ സ്ഥാനം, നമ്മുടെ ജീവിതത്തിൽ കൊടുക്കേണ്ട പ്രാഥമിക സ്ഥാനം. God says you are committing the sin of idolatry. I want to just leave one question with you as we close. How big is your God? How glorious is your God? How important is your God? I repeat, how glorious is your God? How big is your God? And how important is your God? 2020 പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നമ്മൾ ദൈവത്തെ സംശയിച്ചു, ചോദ്യം ചെയ്തു, അവിശ്വസിച്ചു. We became rebellious. But as we begin a new year, let's have this great on our part. Lord, you be on my side. That's all I need. You be the significant one in my life. That's all I need. Lord, I want to give glory to you in all what I do. Lord, I want to see your greatness. May the Lord minister to us the word through the words that is spoken to us through his word. Amen.